പേര് റൂബി സ്റ്റാനി. മാതാവ് തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ കർണാടകയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് NR-പുരയിൽ നിന്നാണ് വരുന്നത്. സ്വന്തമായി ഒരു വീടിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. 15 കൊല്ലമായി സ്വന്തമായി ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ അത് എങ്ങനെ കെട്ടും എങ്ങനെ കെട്ടി തീർക്കുന്നൊന്നും അറിയില്ല. പക്ഷേ 2023 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് വീട് കെട്ടുവാനായി വീടിൻ്റെ സ്ഥാനം കണ്ട സ്ഥലത്ത് വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി വിതച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീടിൻ്റെ കല്ല് കെട്ടി തറ കെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വചനങ്ങൾ എഴുതി ആ ഓരോ കല്ലിനകത്തും ഈശോയുടെ വചനങ്ങൾ എഴുതി വെച്ചു. ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നു യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന വചനത്തിൻ്റെ ആ പൂർണ്ണ വിശ്വാസത്തിൽ ഓരോ ഇഷ്ടിക കല്ലുകളും മേലെ കെട്ടി വരുമ്പോഴും ഞാൻ വചനങ്ങൾ എഴുതി വെച്ചു. അങ്ങനെ വീട് സ്ലാബിട്ടു. സ്ലാബിൽ ഞാൻ ഒത്തിരിയേറെ വചനങ്ങൾ എഴുതി. അപ്പോൾ ആ വീട് കെട്ടുന്ന ആൾക്കാർ ചോദിച്ചു, ഇത് എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഭവനം ഞാനല്ല കെട്ടുന്നത്, എൻ്റെ ദൈവമാണ് കെട്ടിത്തരുന്ന ഒരു ഭവനം എന്ന് പറഞ്ഞ് ഞാൻ ആ വചനങ്ങൾ എഴുതി വെച്ചു. അങ്ങനെ 14 മാസം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഏറ്റവും നല്ല ഒരു വീട് തന്ന് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ ബാംഗ്ലൂർ എയർപോർട്ടിലെ ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ കൊറോണ വരുന്നതിനേക്കാൾ മുൻപ് ഞങ്ങൾക്ക് 3 വണ്ടികളുണ്ടായിരുന്നു. കൊറോണ വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടികളെല്ലാം വിറ്റു. ഒരു വണ്ടി മാത്രമായി. 2023-24 ആയപ്പോൾ കൊറോണ പോയി. വീണ്ടും എയർപോർട്ടിലെ ഡ്യൂട്ടികൾ തുടങ്ങിയപ്പോൾ ചേട്ടന് ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹിച്ചു. അത് ഇന്നോവ ക്രിസ്റ്റ തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത്രയേറെ പൈസ വണ്ടി മേടിക്കാനുള്ള പൈസ ഞങ്ങളുടെ അടുത്തില്ല. പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ, നീ ആഗ്രഹിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വഴിക്കാണല്ലോ നീ ആ വണ്ടി ഞങ്ങൾക്ക് വാങ്ങി തരണം, അതിനുള്ള പൈസയും തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടിയിൽ 2ാമത്തെ നിയോഗമായി അത് എഴുതി. അങ്ങനെ വണ്ടി വന്നു. ചേട്ടൻ ബാംഗ്ലൂരിൽ വണ്ടി കൊണ്ടുവന്ന് വീടിൻ്റെ മുന്നേ നിർത്തി. അങ്ങനെ വീടിൻ്റെ മുന്നേ നിർത്തി ഞങ്ങളെല്ലാം വണ്ടി കണ്ടു. ചേട്ടൻ ഉള്ളി വന്നു. ഞാൻ ഒരു ഗ്ലാസ് ചായയായി വെച്ച് കൊടുക്കാമെന്നോർത്ത് ഉള്ളി പോയപ്പോൾ എനിക്ക് 2 ആൺപിള്ളേരാണ്. ഒരുത്തൻ 10ലും ഒരുത്തൻ 7ലും പഠിക്കുന്നു. അപ്പോൾ അവർ വണ്ടി നോക്കാനായിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, വണ്ടി സ്റ്റാർട്ടാക്കരുത്, ചാവി എടുത്തോ ചേട്ടാന്ന്. പക്ഷേ ചേട്ടൻ എടുത്തില്ല, പിള്ളേരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇളയ മോൻ പറഞ്ഞു, വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കൂ ചേട്ടാന്ന്. അപ്പോൾ മൂത്ത മോൻ വണ്ടി സ്റ്റാർട്ടാക്കി. ഒരിക്കലും വണ്ടി ഓടിക്കാത്ത മക്കൾ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ അത് സ്പീഡായിട്ട് വണ്ടി മൂവായി. മുന്നേ ഉള്ള കവുങ്ങിൻ്റെ മേലെ വണ്ടി പോയി ഇടിച്ചു. എൻ്റെ 2 മക്കളും പോയി നോർത്ത് ഞാൻ ഉറക്കെ മാതാവേ എന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ചു. പക്ഷേ വണ്ടി അവിടെ നിന്നു. മക്കൾക്കൊന്നും പറ്റിയില്ല. എങ്ങനെ വണ്ടി അവിടെ നിന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അത്ര വലിയ ആപത്തിൽ നിന്നു മാതാവ് ആ വണ്ടിയെ മക്കളെ എന്നെ രക്ഷിച്ചു. അങ്ങനെ 3ാമത്തെ സാക്ഷ്യമായി എൻ്റെ അമ്മയ്ക്ക് സൈലൻ്റ് അറ്റാക്ക് ഉണ്ടായി. 2 വട്ടം സൈലൻ്റ് അറ്റാക്കായി. 3ാമതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ സൈലൻ്റ് അറ്റാക്കായിന്ന്. ഏറ്റവും പെട്ടെന്ന് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് ഷിമോഗയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഷിമോഗ പോണ സമയത്ത് ആംബുലൻസിലാണ് പോകുന്നത്. എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ കാശ് രൂപം കയ്യിലുണ്ട്. അമ്മയുടെ ശിരസിൽ വെച്ച് ഞാൻ കാശ് രൂപം പ്രാർത്ഥിച്ചു. അമ്മേ, എനിക്ക് അപ്പനില്ല, ഉള്ളത് ഒരു അമ്മയാണ്. ആ അമ്മയെ തിരിച്ച് നീ തന്നേ പറ്റൂന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും കൂടാതെ ഇപ്പം ഗുളിക കഴിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ അമ്മ ആരോഗ്യമായിട്ട് നടക്കുന്നു. അങ്ങനെ മാതാവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാസത്തിലൊരിക്കൽ അനാഥാശ്രമങ്ങളിൽ ചോറ് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കും പൈസയുടെ രൂപത്തിലൊക്കെ. അത് കഴിഞ്ഞ് പത്രങ്ങൾ 3 ഭാഷയിൽ കന്നഡ, മലയാളം, ഇംഗ്ലീഷ് പത്രങ്ങളും മേടിച്ച് ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ പഠിക്കുന്ന മക്കൾക്കും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കും, കൊടുത്ത് വിതരണം ചെയ്യും. അത് കഴിഞ്ഞ് ഉടമ്പടി എടുക്കാൻ എൻ്റെ അവിടുന്ന് NR-പുരയിൽ നിന്ന് വരുന്ന കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുക്കാനും ഞാൻ സഹായിച്ചു. അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു.